സ്ട്രോങ് ആയിട്ട് ഇടപെട്ടല്ലോ. ഒട്ടും ഒരു വിട്ടുവീഴ്ചയില്ലാതെ പരാതി കിട്ടി അപ്പോൾ തന്നെ ഇടപെട്ടു. അപ്പോൾ തന്നെ അന്വേഷണം, ഞാൻ വായിച്ചില്ല അതിൻ്റെ ഭാഗങ്ങളെല്ലാം, അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വളരെ വേഗതയിൽ കൊണ്ടുവന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നയമെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പ്രശ്നം സൗഹാർദ്ദപരമായി പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലാതെ ആ പരിഹരിച്ച പോരാ, ഒന്നും കൂടെ നിങ്ങൾ പരിഹരിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. പരിഹരിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ ഈ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള വ്യവസ്ഥകൾക്കും നിയമങ്ങളും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഇളവ് ചെയ്ത് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അത് ഗവൺമെൻറ് നയമാണ്. ആരാ ഞാൻ SDP-യുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലായിരുന്നു. നമുക്ക് പരിശോധിച്ചിട്ട് പറയാം. അതെ അതെ, അന്നും ഇടപെട്ടിട്ടുണ്ട് ഇതേപോലെ. ഇല്ല, അതായത് യൂണിഫോം നമുക്ക് ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ചും കോടതി വിധി അനുസരിച്ചും യൂണിഫോം പിന്നെ കളറും യൂണിഫോമിൻ്റെ രീതിയും അത് തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റാണ്. അവിടുത്തെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ PTA-യുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ ഇടപെടാറില്ല. നമ്മൾ പറഞ്ഞ ഒരു പരിഹാര മാർഗം എന്ന നിലയിൽ പറഞ്ഞത്, ഈ കുട്ടി നിർബന്ധപൂർവ്വം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടേ ഞങ്ങൾ ഇവിടെ പഠിക്കുള്ളൂ എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ, സാധാരണ ചില സ്ഥലങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ യൂണിഫോം കളറിന് അതേ സെയിം കളറുള്ള ശിരോവസ്ത്രം കൂട്ടായി ആലോചിച്ച് തയ്യാറാക്കി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസം അതിൽ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ല. അപ്പോൾ അതൊക്കെ ഒരു സഹകരണ മനോഭാവത്തോടുള്ള ഒരു സമീപനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സുബിൻ പോൾ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്, കുട്ടിയുടെ അച്ഛൻ്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, വിദ്യാർത്ഥികൾക്ക് മതവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഹെഡ് സ്റ്റാഫ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ തുടർ പഠനം നടത്തുവാൻ അനുമതി നൽകാനും, എന്നാൽ മേൽപ്പടി ഹെഡ് സ്റ്റാഫിൻ്റെ നിറം ഡിസൈൻ സ്കൂൾ അധികാരികൾ തീരുമാനിക്കുന്നതിനും ഇതിനാൽ നിർദ്ദേശിക്കുന്നു. കുട്ടിക്കും മാതാപിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ആയത് സംബന്ധിച്ച് പരിഹൃത റിപ്പോർട്ട് 15/10/2025 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് മുമ്പ് ഈ കാര്യാലയത്തിൽ പ്രത്യേക ദൂതൻ മുഖേന ഹാജരാക്കുവാൻ ഇതിനാൽ അറിയിക്കുന്നു. സുബിൻ പോൾ, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ, എറണാകുളം. അങ്ങനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ, ഈ വിവാദം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. പ്രശ്നം പരിഹരിച്ചാൽ പിന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മുതലെടുക്കുന്നത് കാര്യം മനസ്സിലാക്കാതെ ആരെങ്കിലും അയച്ചെന്ന് പെട്ടുപോകണമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം നല്ല വിവരവും വിദ്യാഭ്യാസവും കാര്യങ്ങൾ മനസ്സിലാക്കുകയും രാഷ്ട്രീയം നന്നായി അറിയുകയും ആരെവിടെ പിന്നെ ഇടപെട്ടാൽ അപ്പോഴും തന്നെ മനസ്സിലാവും എങ്ങനെ ആരെ ഇടപെട്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഹൈബിയുടനും DCC പ്രസിഡൻറ്റും കൂടെ ചേർന്നുകൊണ്ടാണ് ഒത്തുതീർപ്പുണ്ടാക്കിയത്. അത് അവരുടെ കാര്യം. അത് വിദ്യാഭ്യാസ വകുപ്പ് ചോദനപ്പെടുത്തിയിട്ടൊന്നുമല്ല. പിന്നെ SDP-ക്കാർ വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് ശാന്തമായി മര്യാദയ്ക്കിരുന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം. അവരുടെ ഒന്നിൻ്റെ പേരിലും അവർക്ക് അവരുടെ പഠനം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഉണ്ടായാൽ കർശന നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അയാൾ പാർലമെൻറ്റ് മെമ്പറല്ലേ, അദ്ദേഹത്തിനുള്ള അധികാരം ഉണ്ടല്ലോ. പിന്നെ DCC പ്രസിഡന്റ് കൂടെ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അവരുടെ കായിക അധ്യാപകരുടെ ചില പ്രശ്നങ്ങളുണ്ട്. 500-1 പിന്നെ അവരുടെ 500 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ. അത് 300-1 മാറ്റി. അവർ പറഞ്ഞതനുസരിച്ച് 301 മാറ്റുന്ന അവസരത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കായി അവരുടെ പിന്നെ 14 അധ്യാപകർ പുറത്ത് നിൽക്കുന്നവർ തിരിച്ച് സർവീസിൽ കയറും.